ഹായ് ഫ്രണ്ട്സ്, കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഒരു യാത്ര പോവാണ്. അപ്പം നമ്മൾ വീഡിയോസിൽ അടുത്ത കാലത്തായിട്ട് നമ്മൾ ട്രാവൽ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഒരു കസിൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു യാത്ര പോകണം, ഒരു വിരുന്നിന് വന്നതാണ്. അപ്പം നമ്മളൊരു യാത്ര പോവാണ്. അപ്പം ഞങ്ങൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് വേളി എന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് അതിൻ്റെ വേളിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് വീഡിയോയിൽ പറഞ്ഞപ്പം അപ്പോൾ ഒത്തിരിയും കാലമായി നമ്മൾ ട്രാവൽ വ്ളോഗ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ യാത്ര പോയിട്ടും അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മടുപ്പ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ വിചാരിച്ചിട്ടൊരു വണ്ടി ഹയർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ബാക്കിലിട്ടിരിക്കുന്നത്. ഹണിമൂൺ കപ്പിൾസാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ട്രിവാൻഡ്രം ജില്ലയിലാണ് നമ്മൾ വേളി സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഈസി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ് വേളി എന്ന് പറയുന്നത്. എങ്ങനെ വേണം, ബസ്സിലോ ട്രെയിനിലോ എങ്ങനെ വന്നാലും ട്രിവാൻഡ്രത്ത് വന്നാലും ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ വേളി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കാണുന്നത് ടൂറിസം ഫെസിലിറ്റേഷൻ സെൻ്ററാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ നമ്മൾ 20 കോടി രൂപ മുടക്കിയാണ് ഈ ഒരു സെൻറ്റർ ചെയ്തേക്കുന്നത്. നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസും ടൂറിസം ഡെവലപ്മെൻറ്റായിട്ട് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ആ ഒരു സെൻറ്റർ അവിടെ സ്ഥാപിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്തൊക്കെയാണ് അതിൻ്റെ ഫെസിലിറ്റീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ വേളിയിൽ എൻട്രൻസിന് വേണ്ടിയിട്ട് വേളിക്ക് എൻട്രൻസ് ഫീ ആയിട്ട് എടുക്കുന്നത് മുതിർന്നവർക്ക് 20 രൂപയാണ്. പിന്നെ പാർക്കിംഗ് ഫീസ് ഉണ്ട്, കാറിന് സെപ്പറേറ്റ്, 2 വീലർ സെപ്പറേറ്റ് പാർക്കിംഗ് ഫീസും കാര്യങ്ങളുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഇതിനകത്ത് ഓരോ ചെറിയ റൈഡിൽ കയറാനായിട്ട് നമുക്ക് അവിടെ ഫീ, അതാത് റൈഡിൽ തന്നെ നമ്മൾ ഫീ അടച്ച് കയറുക. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു സ്പേസാണ് നമ്മളെ വേളി ടൂറിസം സെൻറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഫാമിലിയായിട്ട് വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് അത്. പക്ഷെ പ്രത്യേകം പറയേണ്ടത് നല്ല ക്ലീൻ ആയിട്ട് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ നടക്കുന്ന വഴിയിലായാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ചുറ്റുവട്ടത്തിൽ അങ്ങനെ വേസ്റ്റ് ഒന്നും സാധാരണഗതിയിൽ വലിച്ചു വാരി ഇട്ടിട്ടില്ല. നമ്മൾ സാധാരണ ഒരുപാട് ടൂറിസ്റ്റ് സ്പേസിൽ പോകുമ്പം തീരെ വൃത്തിയായിട്ട് രീതിയിലാണ് ഇവിടെ കിടക്കുക. പക്ഷെ നമ്മൾ വേളിയുടെ പ്രത്യേകത അനുസരിച്ച് അത്യാവശ്യം ക്ലീനായിട്ടാണ് അവർ അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അതിനെ കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ പല ഇടങ്ങളിലായിട്ട് നമുക്ക് വേസ്റ്റ് ഇടാനുള്ള സാധനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ബോട്ടിങ്, അത് ഒരുപാട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും അതിനകത്ത് പങ്കുചേരാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്പീഡ് ബോട്ടിംഗ് ആയാലും ഈ കാണുന്ന ബോട്ടിൻ്റെ റൈഡായാലും. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, റൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഇതിന് മുന്നേ സമയത്ത് പോയപ്പോൾ തന്നെ ഞങ്ങളതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളപ്പം വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഒന്നും നടന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഫ്രീ ആയിട്ടിരിക്കാം. ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ കോളേജ് സ്റ്റുഡൻസും ലവേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അവർക്കും വന്നിരിക്കുന്നതിലും അവർക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട്, ഫാമിലി ആയിട്ട്, ലവേഴ്സിനായിട്ട് ആർക്കും വന്നിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ വന്നിട്ട് ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്കിരിക്കാനും എല്ലാത്തിനും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, സമാധാനപരമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ കാണുന്നതാണ് കടലും കായലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊഴി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം പൊഴി മുറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം കുറച്ച് കുഴപ്പത്തിലാണ്. ഡാമേജ്. ഇപ്പോൾ അങ്ങോട്ട് കടത്തിവിടും. ഞങ്ങൾ പോയ സമയത്ത് അങ്ങോട്ട് കടത്തിവിടില്ല. യൂഷ്വലി ഈ കാണുന്ന സ്പേസിലാണ് നമ്മൾ ഈ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ, സ്പീഡ് ബോട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ കാണുന്ന ഒരു സ്പേസിലാണ് സാധാരണ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ മഴയുടെ പ്രശ്നങ്ങളായിട്ട് അതൊന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് തന്നെ നമുക്ക് ഇതിനകത്തുണ്ട്, ഫുഡ് കഴിക്കാം. അതല്ലാതെ KTDCയുടെ ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയയും കൂടെ നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഇതും ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കൊണ്ടുപോയി കഴിക്കാം, നമ്മുടെ പാഴ്സലാക്കി കൊണ്ട്. പക്ഷേ വേസ്റ്റ് വാരി വലിച്ച് അവിടെ അങ്ങോട്ട്. പക്ഷേ ഇത് വളരെ ആംബിയൻസ് ആയിട്ടൊരു സ്ഥലമാണ്. നമുക്ക് ആ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആ സീനറി, ആ വാട്ടർ ഫ്രണ്ടേജ് ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഒരു കിടില ആംബിയൻസ് ആണ്. പിന്നെ ഒരുപാട് നമ്മുടെ ഇതേപോലത്തെ ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്. കാനായി കുഞ്ഞിരാമൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശില്പങ്ങൾ, അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരുപാട് ശില്പങ്ങൾ നമുക്കിവിടെ കാണാം. വലുതും ചെറുതുമായിട്ട് ഒരുപാട് ഫോറിനേഴ്സ് അടക്കം നമ്മുടെ ഈ ഒരു ടൂറിസ്റ്റ് വില്ലേജിൽ വരുന്നത്, വേളിയിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാർ അത്രയും ഇതിനെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ ഫോറിനേഴ്സ് ഒത്തിരി പേര്, അത് ട്രിവാൻഡ്രത്ത്, കോവളം, ശംഖുമുഖം ഇവിടെയൊക്കെ വരുന്ന ഒത്തിരിയും പേര് നമ്മുടെ വേളിയിലോട്ട് അവർ വരുന്ന ഇത് കാണുന്നുണ്ട്. അതുപോലെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത്. ഏകദേശം നമുക്ക് സിറ്റിയിൽ നിന്ന് ഈസിലി ആക്സസിബിൾ, ട്രിവാൻഡ്രം സിറ്റിക്ക് ഈസി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ
ഇഷ്ടം പോലെ സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് കാമൻ ക്വയറ്റായിട്ട് നമുക്ക് അടിച്ച് പൊളിച്ചിരിക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻ്റാണ് നമ്മൾ നേരെ കാണുന്നത്. ആ KTDCയുടെ ഒരു ഐസ്ക്രീം പാർലറും ഒരു ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന ഏരിയസ് എല്ലാം നല്ല ക്ലീനായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ദൂരെ നിന്ന് കാണുന്നത് ഈ ഒരു കുന്ന് പോലത്തെ സാധനം, ഒരു ലേഡിയുടെ ബോഡിയാണ് അവർ, ലേഡിയുടെ ശരീരമായിട്ട് റിസംബ്ലൻസ് ഉള്ള രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തും നമ്മുടെ കാനായി കുഞ്ഞിരാമൻ പുള്ളിക്കാരൻ നിർമ്മിച്ച 1-2 ശില്പങ്ങൾ നമുക്ക് ദൂരെ നിന്ന് കാണാം. പിന്നെ നമ്മൾ വേളി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമുക്ക് മനസ്സിൽ വരുന്ന ആ ഒരു ആംബിയൻസും ആ ഒരു വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലവും തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ നടന്ന് വരുന്ന വഴിക്കാണ് നമ്മൾ അപ്പുറത്തെ കടലിലേക്ക് പോകുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമുക്ക് പോകാൻ പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് അങ്ങോട്ട് നമ്മളെ കടത്തി വിടുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു സൈഡ് വിഷ്വൽസ് എടുക്കാതെ അത് ക്ലോസ് ഡൗൺ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ അപ്പുറത്ത് ഒരുപാട് കാര്യം, ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ടീ സ്റ്റോൾ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിനുള്ള സ്ഥലമുണ്ട്, കടലിൽ പോയി കുളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, ഒത്തിരി സ്പേസ് ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇനിയൊരു സമയത്ത് നമ്മൾ എന്തായാലും ആ ഒരു വീഡിയോ കവർ ചെയ്യുന്നതായിരിക്കും. വേളി എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് എല്ലാവരുടെ മനസ്സിൽ ഓടി വരുന്നത് ഈ ഒരു 3 ശംഖിൻ്റെ പ്രതിമയായിരിക്കും. ഈ ഒരു ഇമേജ് ആയിരിക്കും പെട്ടെന്നൊരു വേളി എന്ന് നമ്മൾ ഈവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും നമുക്ക് വേളി എന്ന് പറഞ്ഞ് കിട്ടുമ്പം ഈ ഒരു 3 ഇമേജ് ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. അത് ശംഖിൻ്റെ ഇമേജ് ഇവിടെയുണ്ട്. അപ്പം ഇവിടെയും നമുക്ക് ചെറിയ രീതിയിലുള്ള പെഡൽ ബോട്ടിംഗ് ഒക്കെ നമുക്ക് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമ്മൾ ആ കാണുന്നത് നമ്മൾ റോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ സൈഡിലൊക്കെയാണ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്പേസ് കൊണ്ടുപോകുമ്പോൾ പാർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു അട്രാക്റ്റീവ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിനിയേച്ചർ ട്രെയിൻ ഉണ്ട്. നമ്മൾ ആദ്യം എൻട്രൻസിൽ വരുമ്പോൾ ഒരു ചെറിയ ബോർഡ് കണ്ടില്ലേ, മിനിയേച്ചർ ട്രെയിൻ എന്ന് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജിന്. 20 പേരുണ്ടെങ്കിൽ അവർ ട്രെയിൻ ഫങ്ഷൻ ചെയ്യും. സോളാർ പവറിലാണ് ട്രെയിൻ ഓടുന്നത്. അപ്പോൾ അതിന് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ടൊരു സംഭവമാണ്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അത് ഫങ്ഷനിങ് അല്ലായിരുന്നു. ഞങ്ങൾ ചെന്ന സമയം വളരെ മോശം സമയമായിരുന്നു. അതാണ് ആക്ച്വലി പറയാനുള്ളത്. നിങ്ങൾ പോകുമ്പോൾ കറക്റ്റ് മഴയില്ലാത്ത സമയത്ത് പോകാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഏരിയയിൽ കാണുമ്പം ഒരുപാട് നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കാനും, അല്ലെങ്കിൽ ഒരുപാട് ഫാമിലി തന്നെ വരുന്നുണ്ട് ഇവിടെ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. നല്ല അടിപൊളി പിള്ളേർക്കുള്ള പാർക്കും ഫുഡൊക്കെ കൊണ്ടുപോയാൽ അല്ല അവർക്കിരുന്ന് കളിച്ച് രസിച്ച് സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയ മിനിയേച്ചർ ട്രെയിൻ. അപ്പോൾ നമ്മൾ ഏകദേശം വേളിയുടെ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് എക്സിറ്റ് ആവാൻ പോവുകയാണ്, നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഏകദേശം നമ്മൾ 1.5 മണിക്കൂർ വേളിയിൽ സ്പെൻഡ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന ഒരുപാട് ഡസ്റ്റ്ബിന്നും വേസ്റ്റ് മാനേജ്മെൻറ്റ് സാധനങ്ങൾ നമുക്ക് വേളിയിൽ അവൈലബിൾ ആണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട്. സാധാരണ നമ്മൾ ചില ടൂറിസ്റ്റ് സ്പേസിലൊക്കെ വേസ്റ്റ് ചെയ്യണ ഒരു സ്ഥലമില്ല. ആൾക്കാർ തോന്നും പോലെ കാണുന്നിടത്തും കേൾക്കുന്നിടത്തും വേസ്റ്റ് വാരിക്കണം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനായിട്ട് നമ്മൾ ഈ ഒരു ടൂറിസ്റ്റ് സ്പേസ് നമ്മൾ നന്നാക്കി വെക്കുന്നുള്ളത് വളരെ സന്തോഷം. ഇതാണ് നമ്മൾ എൻട്രൻസ്, നമ്മൾ ആദ്യമേ കാണിച്ചു എൻട്രൻസ് ഏരിയ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പ്രധാന സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ വെട്ടുകാട് ചർച്ചാണ്. അപ്പം ഒരുപാട് പേര് ചർച്ചിൽ പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഈ അടുത്ത സമയത്തായിരുന്നു അവിടുത്തെ പെരുന്നാൾ പോലും. നമ്മൾ പോകാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാറിൻ്റെ കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. ഇതാണ് നമ്മുടെ ഈ കാറിൻ്റെ സാരഥി എന്ന് പറഞ്ഞാൽ വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ലോ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാൻ ആഗ്രഹികൾക്ക് യാത്ര ചെയ്യാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. ഗൂഗിളിനെ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് പുള്ളി പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വെട്ടുകാട് ചർച്ച. അവിടെ നിന്നുള്ള പെരുന്നാളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളും ഇപ്പോഴും അവിടെ ഉണ്ട്, അവരൊന്നും പൊളിച്ച് മാറ്റിയിട്ടില്ല. അപ്പം നമ്മൾ വെട്ടുകാട് ചർച്ചിലേക്ക് പോകുന്നുണ്ട്. ഇതിനോടൊപ്പം പറഞ്ഞു വരുന്നൊരു കാര്യം, നിങ്ങളൊക്കെ നമ്മുടെ ട്രാവൽ പാർട്ട്ണറെ മറക്കണ്ട. അവന്തിക ട്രാവൽ ഹബ്ബ് എന്തെങ്കിലും ആർക്കെങ്കിലും ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ട്രിവാൻഡ്രം ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരുടെ ഡീറ്റെയിൽസ്, നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ഗൂഗിളിനെ വിളിച്ചാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തത് ഈസി ആയിട്ട് നിങ്ങൾ
വളരെ സേഫായിട്ട് പോകുന്ന ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയിട്ട് തിരിച്ചും കൊണ്ടുവരും. പിന്നെ പുള്ളിയുടെ പ്രത്യേകത അതായത് ഓട്ടം വിത്ത് ഫോട്ടോ എന്നാണ് പുള്ളിയുടെ ഒരു ടാഗ് ലൈൻ വന്നത്, ഓട്ടം വിത്ത് ഫോട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ താല്പര്യം വേറെ ആരെയും കൊണ്ടുപോകേണ്ട, പുള്ളി തന്നെ ഫോട്ടോയൊക്കെ എടുത്തരും. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ട്രാവൽ പാർട്ണർ തന്നെയാണ് നമ്മൾ അവന്തിക ട്രാവൽ ഹബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ വെട്ടുകാട് ചർച്ചിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പെരുന്നാളിൽ വന്ന എല്ലാ സാധനങ്ങളും ഏറെക്കുറെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ പോയപ്പോൾ അതൊന്നും അവർ കൊണ്ടുപോയിട്ടില്ല, പൊരിയും അതും ഇതുമൊക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം വെട്ടുകാട് ചർച്ചിൻ്റെ ആ ഒരു ബീച്ച് ഏരിയയിലും നമ്മൾ കുറച്ച് എന്താ പറയുക അവിടുത്തെ ഈ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചു. ഇതാണ് നമ്മൾ വളരെ പ്രശസ്തമായ വെട്ടുകാട് ചർച്ച്. വെട്ടുകാട് ചർച്ചിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊണ്ട് എല്ലാവർക്കും എനിക്ക് ഏറെക്കുറെ എല്ലാ പേർക്കും വെട്ടുകാട് ചർച്ചിനെ പറ്റി അറിയാം. പക്ഷെ വളരെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി ചർച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച് വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രാവൽ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.